ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ആസിഫ് അബ്ദുൽ ഖാദർ. സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. ഭക്ഷ്യോൽപാദന മേഖലയിലെ ഒരു ജയന്റാണ് അദ്ദേഹം. വിദേശത്തും ഇന്ത്യയിലുള്ള പ്രമുഖ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനികളിലെ സീനിയർ തരത്തിലുള്ള പരിചയം. ഇപ്പോൾ കേരളത്തിൽ ഫ്രഷ് എയ്ഡ്സ് ഫുഡ് എന്ന പേരിൽ ഫുഡ് ഫാക്ടറി നടത്തും. വെൽക്കം മിസ്റ്റർ അബ്ദുൽ ഖാദർ. സാർ, സാറിന്റെ വിദ്യാഭ്യാസം കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ. തീർച്ചയായിട്ടും. സാറിന്റെ വിദ്യാഭ്യാസം PG ഇൻ കോർപ്പറേറ്റ് ഫൈനാൻസ്, MBA കഴിഞ്ഞിട്ടുണ്ട്, സയൻസ് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ്. സാർ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ താങ്കളെ റിവീൽ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സോ, ചെറിയ ഒരു ചോദ്യം സാർ. താങ്കളുടെ പ്രവർത്തന മേഖല ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണോ? ഇതുവരെയുള്ള പ്രവർത്തന പരിചയം ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഇത് തുടങ്ങുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ ജോലി ഒരു ഫുഡ് പ്രോസസിങ് കമ്പനി, ഒരു ച്യൂയിംഗം മേക്കിംഗ് കമ്പനി ആയിരുന്നു. അവിടെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അത് മുതലാണ് ശരിക്ക് കൊല്ലങ്ങൾക്ക് മുന്നേ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്. അവിടെ ക്വാളിറ്റി കൺട്രോളർ ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലാബോറട്ടറി ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് അതിന്റെ ഫുഡിന്റെ പ്രോസസ്സിങ്ങിന് ഡീപ്പായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നീട് അവിടെ തന്നെ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറും പിന്നീട് മറ്റൊരു 2-3 കമ്പനികളിലായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കമ്പനിയിൽ പോയിട്ട് അവിടെ പ്രൊഡക്ഷൻ മാനേജർ ലെവലിലും അത് കഴിഞ്ഞ് ഓപ്പറേഷൻ മാനേജർ ലെവലിലും ഒക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 കമ്പനികളിൽ അവിടെ വർക്ക് ചെയ്യുമ്പോഴും പല ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു കണക്ഷൻ വരുന്നത്. ഇപ്പോൾ ചുയിങ്കത്തിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് വന്ന കമ്പനികളിൽ ജാം, ടൊമാറ്റോ കെച്ചപ്പ്, സോസുകൾ, അതല്ലെങ്കിൽ ഡിസേർട്ട് മിക്സുകൾ, അങ്ങനത്തെ വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകളിലുള്ള ഒരു പരിചയമാണ് എനിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് മിഡിൽ ഈസ്റ്റിലെ ആ ഒരു നിയോഗങ്ങൾ കഴിഞ്ഞിട്ട് 3 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെന്റ് മേഖല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിഫറെന്റ് മേഖല ക്വാളിറ്റി കൺട്രോൾ ആയിട്ടും പ്രൊഡക്ഷൻ മാനേജ്മെന്റിലായിട്ടും പ്ലാൻ മാനേജ്മെന്റ് ആകുമ്പോൾ കൂടുതൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഷീനറി ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡ് പ്രോസസ്സിങ്ങുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ ടെക്നോളജികളെ കുറിച്ചും അല്ലെങ്കിൽ മെഷീനറി പർച്ചേസിനെ കുറിച്ചും അതിന്റെ വർക്കിനെ കുറിച്ചും എല്ലാം ഡിഫറെന്റ് ഫുഡ് പ്രോഡക്റ്റ് ഇങ്ങനെ പ്രോസസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു നല്ല ഒരു അനുഭവങ്ങളും അത് നമ്മുടേതായ കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് കൊടുക്കാനും പല കമ്പനികളിൽ നിന്നുള്ള പരിചയം ഇങ്ങോട്ട് ലഭിക്കാനും ഒക്കെ അതിന് കാരണമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നമ്മുടേതായ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് അതിൽ ഫുഡ് പ്രോസസ്സിങ് പാസ്ത പ്രൊഡക്ഷൻ ആണ് കാര്യമായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ സാർ. സാറേ, ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് ആക്ച്വലി? നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി ഞാൻ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരു ആകസ്മികമായിട്ടാണ്. ഗൾഫിലൊരു ജോലി കിട്ടി പോയപ്പോ എൻ്റെ ഒരു അന്നത്തെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അവിടെ ഫുഡ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഒഴിവ് വന്നപ്പോൾ സയൻസ് കെമിസ്ട്രിയും ബയോളജി ഒക്കെ പഠിച്ചത് കൊണ്ട് അങ്ങനെ ഒരു യാദൃശികമായിട്ടാണ് സത്യം പറഞ്ഞ അതിലേക്ക് വന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ഒരു 2-3 വർഷം അവിടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് എന്റെ ഫീൽഡ് തന്നെയാണ്. കാരണം നമുക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുകയും അതിന് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ തോന്നുകയും ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ചും ഫുഡിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് പഠിക്കാൻ തോന്നുകയും ഈ നമ്മുടെ ജോബ് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ കൂടി ഈ ഒരു പഠനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്റെ പാഷൻ ഇതാണ് എന്നുള്ളത്. പിന്നീട് അവിടെ നിന്ന് ഒരു 10-20 വർഷം ഡിഫറെന്റ് കമ്പനികളിലുള്ള ജോലി ശരിക്കും ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം പുതിയ പുതിയ മേഖലകൾ, ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ പുതിയ മേഖലകൾ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഫീൽഡ് എന്റേതായി ഞാൻ സ്വയം
എന്നെ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മേഖലയായത് മാറി. അങ്ങനെയാണ് ആ റൈറ്റ് ഫീൽഡിലേക്ക് റൈറ്റ് സാർ. സാർ ഈ രംഗത്ത് പരിചയത്തിന് പുറമെ സാർ പറഞ്ഞല്ലോ ഒത്തിരി പരിചയമുണ്ട് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വല്ല വിദ്യാഭ്യാസ യോഗ്യതകളും വല്ലതും സാറിന് ഉണ്ടോ? തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ഒരു സയൻസ് ഗ്രാജുവേഷൻ എന്നുള്ള നിലക്കാണ് അവർക്ക് എന്നെ ഈ ക്വാളിറ്റി കൺട്രോൾ ലാബിലേക്കുള്ള ഒരു ജോലി തരാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ അതുവരെ നമ്മളങ്ങനെ ഫാക്ടറി പോയി നമ്മൾ പഠനം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്ത ഒരു ഇതിലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ അങ്ങനെ വന്നു. പക്ഷേ നമ്മുടെ ഫീൽഡ് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ പല കോഴ്സുകളും എടുക്കാൻ തുടങ്ങി. ഇപ്പൊ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന ആ വിഷയത്തിൽ, കാരണം നമ്മൾ ആ ഒരു ഫീൽഡിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. അത് വണ്ടർഫുൾ. കഴിഞ്ഞതിന് ശേഷം MBA എടുത്തിട്ടുണ്ടായിരുന്നു, MBA ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. കാരണം നമ്മൾ കൂടുതൽ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിന് സ്പെഷ്യലൈസേഷൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഉള്ള MBA എടുത്തു. അതിനിടെ കൂടുതൽ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ISO റിലേറ്റഡ് ആയിട്ടുള്ള ലീൻ സിക്സ് സിഗ്മ, അതല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതിലൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ഓസം അവിടെ ഓസം. ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. പിന്നീട് നമ്മൾ കുറേ കൂടി ഒരു ഹയർ ലെവൽ, ഇപ്പൊ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി വേണം തോന്നിയതുകൊണ്ടാണ് ഞാൻ കോർപ്പറേറ്റ് ഫൈനാൻസിൽ, അതും എന്റർപ്രീനോറിയൽ ഫൈനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ നിന്ന് ഒരു PGയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി, അതായത് നമ്മൾ ജോലിയും പഠനവും കൂടി ഒന്നിച്ചായിരുന്നു ഇതുവരെ കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സാധ്യമായത്. വെരി ഗുഡ് സാർ, വെരി ഗുഡ് സാർ. പിന്നെ ഇപ്പൊ സാറിന്റെ ഒരു ഗോള് അല്ലെങ്കിൽ സ്വപ്നം സാർ പറഞ്ഞു. അപ്പോ ഇത് സമൂഹത്തിന് ഗുണകരമായിട്ട് എങ്ങനെ പരിവർത്തനമാവുമെന്നാണ് സാറിന് തോന്നുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറെ കൊല്ലങ്ങളോളം ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട്, മാനുഫാക്ചറിങ് സെക്ടർ ആണല്ലോ പ്രൊഡക്ഷൻ, ഉൽപാദനം. ഇപ്പോ ഏതൊരു രാജ്യത്തിന്റെയും എക്കണോമി നിയന്ത്രിക്കുന്നത് അതിന്റെ ഉൽപാദനമാണ്. ഉൽപാദനം കൂടുന്തോറുമാണ് അതിന്റെ എക്കണോമി. ഒരു രാജ്യം എന്നല്ല, നമ്മുടെ ഒരു ചെറിയ നാടെടുത്താൽ പോലും അവിടെ കുറെ കമ്പനികൾ ഉണ്ടെങ്കിൽ ആ നാടിന്റെ എക്കണോമി സ്വാഭാവികമായിട്ടും വളരും. കാരണം അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പുറത്തേക്ക് പോയി ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഈ ചെറിയൊരു നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ എക്കണോമി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഉൽപാദനം ഉണ്ടാവുക എന്നത് നാടിന്റെ, നമ്മൾ ചെറിയ നാടായാലും നമ്മുടെ സ്റ്റേറ്റ് ആയാലും നമ്മുടെ രാജ്യമായാലും ആ ഉൽപാദനം കൂടുക എന്നുള്ളത് എപ്പോഴും അതിന്റെ പുരോഗതിയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ കൂടുതൽ ഉൽപാദന മേഖല ഉണ്ടാവുക എന്നുള്ളതും കൂടി അതിൽ ഭാഗമാണ്. എന്താ എന്റെ ഒരു ഫീൽഡ് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആയതുകൊണ്ട് ധാരാളം ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അത് തുടങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു സ്വപ്നം. അതിനുവേണ്ടി എനിക്ക് സഹായിക്കാൻ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ള സമൂഹത്തിൽ അതിൽ താല്പര്യമുള്ളവർ, ഒരു ഫാക്ടറി തുടങ്ങാനും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനും താല്പര്യമുള്ളവർക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും അവരെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാനും എനിക്ക് നന്നായി സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് വേണ്ട വിധത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോ ഒക്കെ നമ്മൾ അതിന് വേണ്ട സപ്പോർട്ടുകളും അഡ്വൈസുകളും മോട്ടിവേഷനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് ആ ഒരു മേഖല വളർത്തിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് സ്വപ്നം. സാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇപ്പോ ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് നടത്തുന്ന ഒരു ഫാക്ടറി, അതായത് 2020 അത് ശരിക്കും ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. അതിന്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, അങ്ങനെ കുറെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ പാസ്ത പ്രൊഡക്ട്സ് ആണ് അതിൽ ചെയ്യുന്നത്. പാസ്ത എന്ന് പറയുമ്പോൾ പാസ്ത നൂഡിൽസ്, ഒരു മെക്രോണി, അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട് ഈ പാസ്ത ഫാമിലിയിൽ. അപ്പൊ അതില് എൽബോ മെക്രോണി, അതുപോലെ സ്പൈറൽ ആയിട്ടുള്ള മക്രോണി പാസ്തന് പല ടൈപ്പ് ഉണ്ട്. പാസ്ത പ്രൊഡക്ട്സ് ആണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മുടെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ വേമിസലി, റോസ്റ്റഡ് വേമിസലി, സേമിയ പായസത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ, അതുപോലെ അതിന്റെ അടയും അല്ലെങ്കിൽ സേമിയയും അതിന്റെ മിക്സും നമ്മൾ റെഡി ടു പായസം മിക്സുകൾ, ഇൻസ്റ്റന്റ് മിക്സുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 95% എൽബോ മക്രോണിയാണ് ഇപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ ഞാൻ 1-2 ഫാക്ടറികളുമായി സഹകരിക്കുന്നുണ്ട്. അത് സോഫ്റ്റ് ഡ്രിങ്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും മറ്റുമായിട്ട് സഹകരിക്കും.
സാർ ഇപ്പൊ പറയുമ്പോഴാണ് ഈ മക്രോണിയിലൊക്കെ എൽ ഷേപ്പും സ്പൈറൽ ഷേപ്പും ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. സാർ അപ്പൊ ഇതിന് വേണ്ടുന്ന മെഷീനറികളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്? ആക്ച്വലി ഇവിടെ നമ്മൾ ഇക്വിപ്പ് പ്ലാന്റിൽ ഉള്ളത് ഇന്ത്യൻ മെയ്ഡ് മെഷീനറീസ് ആണ്. കൂടുതലും നോയിഡ, ഡൽഹി ഭാഗങ്ങൾ, ഫരീദാബാദ്, നോയിഡ ഭാഗങ്ങളിൽ ധാരാളം മെഷീനറികൾ ചീപ്പായിട്ട് കിട്ടും. ഇപ്പൊ കൂടുതലും നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ കാണുന്നത് നമ്മൾ കോയമ്പത്തൂർ ഭാഗങ്ങളിലാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ പ്രോസസ്സിംഗ് മെഷീനുകൾ, കോയമ്പത്തൂർ പാക്കേജിംഗ് മെഷീനറികളാണ് കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ കുറേം കൂടി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫരീദാബാദ്, നോയിഡ, ഇതിനൊക്കെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള മിഷനറി കമ്പനികളുണ്ട്. ഇപ്പൊ നമ്മുടെ മിഷനറികളൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് ഫരീദാബാദ്, നോയിഡ ഭാഗത്ത് നിന്നാണ്. റൈറ്റ് റൈറ്റ്. സാർ ഒരു വ്യവസായം തുടങ്ങുക എന്നത് ഇപ്പോഴുള്ള ആളുകൾക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ്. ഇത് മാറ്റിയെടുക്കാൻ താങ്കൾക്ക് എങ്ങനെ സഹായിക്കും പറ്റും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പലപ്പോഴും നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു ധാരണ വ്യവസായം തുടങ്ങിയാൽ അത് പൊട്ടിപ്പോവുക, പുറത്തുനിന്നുള്ള സഹകരണമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ വ്യവസായമാണ് ഒരു നാടിന്റെ എക്കണോമിയുടെ അടിത്തറ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം ചൈനയൊക്കെ കണ്ട നമ്മൾ അതിനെപ്പറ്റി പഠിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരു ചെറിയ ചെറിയ വ്യവസായങ്ങളിലൂടെയാണ് അവർ എക്കണോമി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെറിയ നമുക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിന് സാധ്യമാകുന്ന വ്യവസായങ്ങൾ തുടങ്ങണം. അപ്പോൾ സാധാരണ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ആളുകളുടെ അടുത്തുണ്ടാവും. പക്ഷെ അത് എങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലാഭകരമായി എങ്ങനെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പലർക്കും അറിവില്ലായ്മ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻ ഓർത്തിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ലീഗലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതിനുള്ള അറിവില്ലായ്മ, ഇതൊക്കെ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നൂലാമാലകളാണ്, ഗവൺമെന്റ് പ്രശ്നങ്ങളാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്ത് മെഷീനറിയാണ് വേണ്ടി വരിക, ഇതിൽ എത്രത്തോളം കപ്പാസിറ്റി ഉള്ള മെഷീനറിയാണ് വേണ്ടി വരിക, അതല്ലെങ്കിൽ പ്ലാന്റ് എവിടെ സെറ്റ് ചെയ്യണം, ഇതിന്റെ പൊല്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇമ്പാക്റ്റുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയം ഉള്ളതുകൊണ്ട് പലരും ഇതിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തുകൊണ്ടും ലീഗലി ആയിട്ടുള്ളതും അതല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട്, അതുപോലെ മെഷീനറി പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള സോഴ്സുകൾ, അതിന്റെ മെത്തേഡുകൾ, ഇങ്ങനെ അതുപോലെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് ലേ ഔട്ട്, ഫാക്ടറി സെറ്റപ്പ്, ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കലി ആയിട്ട് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാനോ കൺസൾട്ട് ചെയ്യാനോ ഒക്കെ സാധിക്കും. അങ്ങനെ ആളുകളുടെ പേടി മാറ്റിയെടുത്ത് അവരെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് ആളുകൾക്ക് വേണ്ടത്ര അവയർനെസ് കൊടുക്കാനും ക്ലാസ്സുകളോ അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റും. അതിനെ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ആളുകൾക്ക് ആ പേടി മാറ്റി അതിലേക്ക് വരാനുള്ള ഒരു വളരെയധികം നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് സാർ പറഞ്ഞത്. കാരണം ഒരു ഫാക്ടറി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾക്ക് ഭയങ്കര പേടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സാറേ ഇപ്പൊ സാറിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിമുഖത കാണിക്കുന്ന, എന്നാൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് ആശയങ്ങളുള്ള വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ സാറിന് നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ സാർ എത്തരത്തിലാണ് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാറിന് സാധിക്കുക? അതായത് 1-to-1 കൺസൾട്ടേഷൻ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാർ അതിന് മാർഗങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇതുവരെ ഇതുവരെ പലപ്പോഴും ഞാനിങ്ങനെ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞുകൊണ്ടും ചിലപ്പോൾ ഇൻഡിവിജ്വലി ആയിട്ട് ആളുകൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഗൈഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഫോണിലൂടെ ചിലപ്പോൾ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ഇത് ഒരു സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയും കൂടി ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കും. നമ്മുടെ ഒരു മെന്റർ ഉണ്ട്, പിന്നെ കാൽസ്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവീൺ സാർ. അപ്പൊ അദ്ദേഹം നമ്മളൊരു ശരിയായ രീതിയിലൊരു ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു. അതായത് ടാഗ് മാംഗോ എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്
എത്രത്തോളം ആളുകൾക്ക് നമ്മുടെ കോഴ്സ്, നമ്മുടെ അറിവുകൾ എത്രത്തോളം ആളുകൾക്ക് കൊടുക്കാൻ പറ്റും, അതും വളരെ കുറഞ്ഞ ചെലവിൽ. ഇപ്പൊ നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ ഇൻഡസ്ട്രി ലെവലിൽ തന്നെ ചില ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോ ഇവിടെ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ എറണാകുളം പോയിട്ടോ അതല്ലെങ്കിൽ ദൂരെ തിരുവനന്തപുരം പോയിട്ടോ ഒക്കെ ആയിരിക്കും ഈ ക്ലാസ്സുകൾ ഉണ്ട്. അതിന് തന്നെ ഒരു ചാർജ് ചെയ്യും. ചെറിയ ഒരു 1 ഡേ ക്ലാസ്സിന് 2 ഡേ ക്ലാസ്സിനൊക്കെ 6,000 മുതൽ 20,000 വരെയൊക്കെ ചാർജ് ചെയ്യുന്ന പല കോഴ്സുകളുണ്ട്. ഇതിനൊക്കെ കിട്ടുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ചിലപ്പോൾ 1-2 ദിവസത്തെ കോഴ്സ് ആയിരിക്കും, പിന്നെ കുറെ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോ ഇതൊന്നും മതി. ഞാനും അങ്ങനത്തെ കുറെ ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് പറയാം. കാരണം അതൊന്നും ആ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മുടെ ആ ചിലപ്പോൾ കുറച്ച് നോട്ട്സോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ബുക്ക്ലെറ്റ്സോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതൊന്നും പ്രാക്ടിക്കലി ആയിട്ട് നമുക്ക് അത്ര ഗുണകരമാണ് എന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാൽസോ കമ്മ്യൂണിറ്റി സജസ്റ്റ് ചെയ്യുന്ന ടാഗ് ബാങ്കോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ അതിൽ ക്ലാസ്സുകൾ ആളുകൾക്ക്, അതായത് ക്ലയൻസിനോ അല്ലെങ്കിൽ ആളുകൾക്ക് എപ്പോഴും ആക്സസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അതിൽ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ ആളുകൾ എപ്പോഴും ആ ഒരു ഫ്രീ ടൈം നോക്കിയിട്ട് അവർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതിൽ കമന്റ് ചെയ്യാനും അതിൽ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി അതിൽ. അപ്പോ ഒരു വഴി ഒരു സിസ്റ്റം, ഒരു സ്റ്റഡി സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിനെ കുറിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ. അപ്പൊ അത് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും ആളുകൾക്ക്, ആർക്കൊക്കെ അത് ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് വളരെ കുറഞ്ഞ പിന്നെ ചെലവോടുകൂടി ഫീയോടുകൂടി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് അതിനെക്കുറിച്ച് ലൈഫ് ലോങ് അതിലേക്ക് ആക്സസ് ഉള്ള രീതിയിലൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ വേണ്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 1-to-1-ലേക്കോ അതല്ലെങ്കിൽ കൺസൾട്ടിങ്ങിലേക്കോ ഒക്കെ വരാനുമുള്ള സൗകര്യം അതിലുണ്ടാകും. അപ്പൊ ആ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സർ, റൈറ്റ്. സോ റിയലി മോട്ടിവേറ്റിംഗ് ആക്ച്വലി. ആൻഡ് സാർ ഇപ്പൊ പറഞ്ഞു, സാറിന്റെ ആ ഒരു ഇതുവരെയുള്ള ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഒത്തിരി ആശയങ്ങൾ സാറിന്റെ അടുത്തുണ്ട്. ഐ തിങ്ക് യു ഹാവ് എ വെരി ഗുഡ് ഗോൾ ഫോർ നെക്സ്റ്റ് 20 years. സാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ അടുത്ത 5 വർഷത്തേക്ക് സാറിന്റെ ഒരു ഗോൾ എന്താണ്, സാറിന്റെ ഒരു പ്ലാൻ എന്താണ്? സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സാർ എങ്ങനെയാണ് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്? നമ്മള് ഏതൊരു മേഖലയാണെങ്കിലും ഒരു എന്റർപ്രീനർക്ക് ഏറ്റവും വേണ്ട എന്താന്ന് വെച്ചാൽ കുറെ ഫ്യൂച്ചറിലേക്കുള്ള കുറെ പ്ലാനുകൾ വേണ്ടി വരും. മാത്രമല്ല സമൂഹത്തിനും കൂടി ഗുണകരമാകണമെങ്കിൽ നല്ല ഒരു പ്ലാൻ തന്നെ വേണം. അപ്പോ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് 5 year തന്നെ ഒരു ഇപ്പോ നിലവിലുള്ള ഫാക്ടറിയുടെ ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിൽ സ്ഥലമെടുത്ത് അതിന് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പോൾ നിലവിലുള്ള ഫാക്ടറി എടുക്കുന്നത് കോഴിക്കോട് എയർപോർട്ടിന് അടുത്തായിട്ടുള്ള ഒരു 5,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഏരിയ ആണ്. അത് കുറേ കൂടി വികസിപ്പിച്ച് കുറേ കൂടി വലിയ രീതിയിൽ പ്രൊഡക്ഷനും കപ്പാസിറ്റിയും ഒക്കെ ഉള്ള രീതിയിലും അത് കൂടുതൽ പ്രൊഡക്ഷൻ ലൈനുകളും കൂടുതൽ പ്രൊഡക്ട്സും ഉള്ള രീതിയിലേക്കുള്ള വലിയൊരു സെറ്റപ്പിലേക്കുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ഉള്ള ഇൻഡസ്ട്രിയൽ പാർക്കിൽ സ്ഥലം എടുത്തിട്ടുള്ളത്. അതിന്റെ ലാൻഡിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടേ ഉണ്ട്. അതിന് പുറമെ പിന്നെ ഗവൺമെന്റ് തലത്തിൽ ഉള്ള സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് കുറെ സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഗുണകരമായ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറെ കൂടി മാറ്റങ്ങൾ വരണം. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ സബ്സിഡി കിട്ടുന്ന ലോണ് അല്ലെങ്കിൽ സബ്സിഡി ഒക്കെ കിട്ടുന്ന പലർക്കും അത് തുടങ്ങാനുള്ള ഒരു അറിവോ നോളജോ വളരെ കുറവായിരിക്കും. ഇത് ക്ലബ് ചെയ്തിട്ട് കുറെ അറിവുള്ളവരും അതായത് തുടങ്ങിയ എക്സ്പീരിയൻസ് ഉള്ളവരും ഫണ്ടിറക്കാൻ സാധിക്കുന്നവരും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയാകുമ്പോൾ അത് കുറെ കൂടി നല്ല രീതിയിൽ ഈ ഇൻഡസ്ട്രി വളരാൻ സഹായകമാണ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഫണ്ട് ചെയ്യുന്ന ക്ലസ്റ്റർ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ പലപ്പോഴും 80-90% ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്ത് ഒരു കൂട്ടം വ്യവസായികൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് സഹായകമാകുന്ന കോമൺ ഫെസിലിറ്റി സെന്റർ ഒക്കെ നടത്താൻ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ വേണ്ടത് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. പിന്നെ കുറെ ഇൻഡസ്ട്രികളുടെ അല്ലെങ്കിൽ കുറെ ഇതുപോലെ ചെറുകിട വ്യവസായികളുടെ അല്ലെങ്കിൽ സംരംഭകരുടെ കൂട്ടായ്മ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിലും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതും ഈ കാസർഗോഡ് ജില്ലയിലുള്ള
ആ സ്ഥലത്ത് അതിനുള്ള സാധ്യതകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് തുടക്കമാണ്. ഇനിയും ആളുകൾക്ക് ഈ താല്പര്യമുള്ള ഈ ഫീൽഡിൽ ഫുഡ് ഇൻഡസ്ട്രിയുമായി താല്പര്യമുള്ള ആളുകൾക്ക് അത് ജോയിൻ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ പ്രൊഡക്ഷന് ഉൽപാദന മേഖലയെ വളർത്തിക്കൊണ്ടുവന്ന് അത് സംരംഭകർക്കും നാടിനും ഗുണകരമാകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക, അതിൽ സക്സസ് ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സ്വപ്നം. വെരി വെരി ഗുഡ് തിങ്സ്. ആൻഡ് ഒരു കാര്യം കൂടെ ചോദിക്കണം സാർ, ഒത്തിരി ബിസിനസ് ആശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ബിസിനസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഹോബികളോ പ്രവർത്തനങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഷെയർ ചെയ്യാൻ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ബിസിനസ് മാത്രമായിട്ട് നടക്കുമ്പോൾ അതില് ഒരു ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും വേണമല്ലോ. എന്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ശരിക്കും മോട്ടോർ ബൈക്ക് റൈഡിങ്, അതല്ലെങ്കിൽ വാട്ടർ സ്പോർട്സ് അല്ല കയാക്കിങ് പോലെയുള്ള വെള്ളത്തിലൊക്കെയുള്ള ഇതൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അതിന് പോവാറുണ്ട്. എല്ലാ മാസവും ഒരു റൈഡെങ്കിലും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വീക്ക് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ് സാർ. ഇത്രയും നേരം താങ്കളുടെ വിലയേറിയ അനുഭവങ്ങളും പരിചയങ്ങളും പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. എന്തായാലും സാറിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനും ജനങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സാർ. എന്തായാലും താങ്കളുടെ ഈ ഒരു വലിയ എന്താ പറയുക, ഈ സമയം എന്റെ എക്സ്പീരിയൻസ് കേൾക്കാനും അതിന് താങ്കളുടെ വിലപ്പെട്ട സമയവും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക്സ്.